പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജ ആദർശിൻ്റെ കാര്യമെല്ലാം നവ്യനോട് പറഞ്ഞു കഴിയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഈ കേട്ടതെല്ലാം സത്യമാണെങ്കിൽ അയാളൊരു കൊള്ളരുതാത്തവനാണല്ലോ എന്ന് പറയും. അത് കേൾക്കാൻ നിൽക്കുകയാണ് ജലജ. ജലജ പറയുന്നുണ്ടായിരുന്നു, എന്തായിരുന്നു ആദർശിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, അവൻ തെറ്റ് ചെയ്തു എന്ന് അവൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ അച്ഛൻ ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്നതും എന്ന് പറയൂ കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ കുഞ്ഞിനേക്കാളും മുന്നേ അനന്തപുരിയിലെ പേരക്കുട്ടിയായത് ആ മോളാണ്, അതുകൊണ്ട് അതിനോടായിരിക്കും ഇനി എല്ലാവർക്കും സ്നേഹം. അതിനെ ഇപ്പം തന്നെ അവിടെ എല്ലാവരും തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ അതിനോട് ഭയങ്കര സ്നേഹമാണെന്ന് ജലജ പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നീയും കുഞ്ഞും വന്നാൽ നിനക്ക് വലിയ വിലയൊന്നും അവിടെ കാണില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ചന്തുമോളെ അവിടുന്ന് അടിച്ചിറക്കി വിടണം, എന്നാലേ നിനക്കും കുഞ്ഞിനും അവിടെ ഒരു വില ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ നവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, നിന്റെ അനിയത്തിയുടെ സ്വഭാവമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവളാണെങ്കിൽ അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ നവ്യയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ നൂലുകെട്ടിന് വരുമ്പോൾ നീ തന്നെ അങ്ങ് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് നവിയുടെ മനസ്സിലേക്ക് അത്യാവശ്യം ഇത് കയറ്റിയിട്ടാണ് കേട്ടോ ജലജ അവിടുന്ന് പോകുന്നത്. പിന്നീട് ആദർശാണെങ്കിലും അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. പിന്നീട് അനിയുടെ കാര്യമാണ് പറയുന്നത്, എനിക്കിപ്പോൾ 3 ബ്രാഞ്ച് കൊടുത്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലി ഭാരമൊക്കെ ഉണ്ട്. അപ്പോൾ നിനക്കും ഇങ്ങനെ നയന എൻ്റെ കൂടെ ജ്വല്ലറിയിലേക്ക് വരുന്ന പോലെ അനിയുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അനാമിക പറയും, അവനതൊന്നും ഇഷ്ടമല്ല, അവൻ്റെ കൂടെ ഇവിടെ തന്നെ കഴിയുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അങ്ങനെ അവന് ഇഷ്ടമല്ലെങ്കിലും നീ കൂടെ ചെല്ലണം എന്നൊക്കെയാണ് കേട്ടോ ആദർശ് പറയുന്നത്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അനാമിക എടുത്തടിച്ച പോലെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു, അനി നിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും അതൊരു പ്രയാസം തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ അവൻ പിന്നെ ചെയ്യുന്നതൊക്കെ എന്താ, അവനിപ്പോഴും നന്ദുവിൻ്റെ പിറകെ നടക്കല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതികാരമാണോ നീ ഇപ്പോൾ ചെയ്യുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ അതെ, അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു അടി കൊടുക്കും, മിണ്ടാതെ നിൽക്കൊന്നുമില്ല. പണ്ടത്തെ പെൺകുട്ടികളെ പോലെയൊന്നുമല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അനാമിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ, ഇതൊക്കെ എന്നോട് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കും. കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇതൊക്കെ എന്നോട് പറയാനുള്ളത്? ഇങ്ങനെ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിനിമം യോഗ്യതയെങ്കിലും വേണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാനുള്ള ഒരു ഇതുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ എല്ലാം അങ്ങ് അംഗീകരിച്ച് തരും, അവർക്ക് ഇങ്ങനെ പണവും പ്രശസ്തിയാണല്ലോ ആവശ്യം, അതുകൊണ്ട് എല്ലാം അങ്ങ് അംഗീകരിച്ച് തന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനോട് അങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നത്? എന്നാൽ നിനക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, അനിയാണെങ്കിലും ആദർശിനെ ഇങ്ങനെ പിന്തുടരുന്ന ആളാണല്ലോ, അത് പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ കുഴപ്പവും അവനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് മെച്ചപ്പെട്ടത് അഭിയേട്ടനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണത്തിന് മുന്നേ നിനക്ക് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ അനിയുടെ കവിത സ്നേഹിച്ചു, അവനാണ് എന്നെ സ്വാധീനിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ, നല്ല തറവാടികളാണെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെയല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മുത്തശ്ശന് ചിലപ്പോൾ തറവാടിത്തൊക്കെ കാണുമായിരിക്കും, പക്ഷേ കൊച്ചുമക്കളൊക്കെ കണക്കാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പിന്നെ നേരെ നയനയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. നയനയുടെ അടുത്ത് ചെന്നിട്ട് അനാമിക പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിനോട് എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞേക്കണം, അയാൾക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല എന്ന് പറയട്ടെ. അപ്പോൾ എന്താ അവിടെ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നയന പറയും, അനിയും നീയും തമ്മിൽ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് കണ്ടപ്പോൾ ആദർശേട്ടൻ നിന്നോട് നല്ല രീതിയിൽ തന്നെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ ഭർത്താവിന് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അയാളാണെങ്കിൽ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ നയനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, നീയല്ലേ പലരുമായിട്ട് പാർക്കിൽ ചുറ്റി കറങ്ങുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചുറ്റി കറങ്ങിയെങ്കിൽ എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്ന് അനാമികയും തിരിച്ച് പറയുകയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ അയാളുടെ എല്ലാതും ക്ഷമിച്ചും സഹിച്ചൊക്കെ ഇവിടെ അങ്ങ് നിൽക്കല്ലേ, നിങ്ങൾക്കറിയാം ഇവിടുന്ന് നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആദർശമായിട്ട് എടുത്ത് തന്ന വീട്ടിലാണല്ലോ നിങ്ങൾ ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ കഴിയുന്നത്. ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയാൽ അവിടുന്ന് നിങ്ങളെ ആദർശേട്ടൻ തന്നെ പുറത്താക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ സഹിച്ച് നിൽക്കല്ലേ, ആ കുഞ്ഞിനെ സഹിച്ച് നിൽക്കല്ലേ എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞല്ലേ, അതിനിപ്പോൾ തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സഹിച്ചൊന്നുമല്ല നിൽക്കുന്നത്, ആ കുഞ്ഞിനെ സ്നേഹിച്ചാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിച്ചോ, പക്ഷേ എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട, എന്നെ അതിന് കിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ ജലജ കനകയുടെ അടുക്കളയിൽ ഇങ്ങനെ നവ്യയ്ക്ക് എന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കനക അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കനക വരുന്ന സമയത്ത് ജലജ പറയും, നവ്യയ്ക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് അവളുടെ മനസ്സിലേക്ക് ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ
ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ കനക അങ്ങനെ പറഞ്ഞത്, എൻ്റെ സ്വഭാവം മോശമാണെന്ന് ഇപ്പോഴും അവൾ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ. അങ്ങനെ പറയുന്നൊന്നുമില്ല, എന്നാലും നിങ്ങളിങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എന്തായാലും നവ്യയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വാവന്മാർ കാത്തിരിക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ കനക അങ്ങനെ ഒരു സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു, വാവന്മാരോ എന്ന് ചോദിക്കും. അല്ല, അവിടെ ഇങ്ങനെ വലിയ ആളുകൾ, വലിയ വാവന്മാരുണ്ടല്ലോ, മുത്തശ്ശനും എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കനകേനെ എങ്ങനെയെങ്കിലും അത് അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് അവിടെയും ഇവിടെയും തൊടാതെയാണ് കേട്ടോ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നിൻ്റെ മോൾക്ക് കുഞ്ഞൊന്നും ഇല്ലെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ എന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ ഞാൻ അയനയുടെ കാര്യമായിട്ടോ പറഞ്ഞതെന്ന് അതിൻ്റെ കൂട്ടത്തിൽ എടുത്തങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ ജലജ, അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ ജലജ അങ്ങനെ ഒരു വർത്താനം, ആദർശ് ഒരു കുഞ്ഞിനെ വേണമെന്ന് നൈനിമോൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, ഇനിയിപ്പോൾ അവൻ്റെ കുഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിലാണ് കേട്ടോ ഓർക്കുന്നത്. പിന്നീട് അതിനുശേഷം ആദർശിൻ്റെ സ്വഭാവത്തിലൊക്കെ ഇപ്പം നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ കനകേനോട് പറയുന്നുണ്ടായിരുന്നു. അതെന്താ ആദർശ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ കനക ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്തത് ആരാന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയട്ടോ. പിന്നീട് അതുപോലെ തന്നെ ആദർശിനെ കുറിച്ചൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ് ആദർശ് മോന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ സ്വന്തം മക്കളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് എല്ലാ അധികാരവും ആദർശ് മോന് കൊടുത്തത് മുത്തശ്ശൻ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ കൊടുത്തത് കുറച്ച് കൂടി പോയോ എന്നാണ് എനിക്ക് ഈ സംശയം എന്നൊക്കെ ജലജ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ നൈനമോൾക്ക് ആദർശ് മോനെ ഭയങ്കര വിശ്വാസമാണ്, ഞങ്ങൾക്ക് അത് മതി എന്നൊക്കെ അതുപോലെ തന്നെ കനകയും പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും പിന്നീട് നൈനയാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അബിയുടെ അമ്മയാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവിടെ ചെന്ന് അച്ഛനോടും അമ്മേനോടൊക്കെ എന്ത് പറയുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവർ പറയുകയാണെങ്കിൽ അങ്ങ് പറയട്ടെ എന്നാണ് കേട്ടോ ആദർശ് പറയുന്നത്. ഇത് ഈ ഒരു കാര്യം അറിയുമ്പോൾ നീ എങ്ങനെയായിരിക്കും എൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ നീ എൻ്റെ കൂടെ നിന്നു, അതന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായി. പക്ഷേ അമ്മയുടെ കാര്യത്തിൽ അത് മാറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആര് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതും. അവൻ്റെ ബ്ലാക്ക് മെയിൽ എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നൈനിനോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈന പറയും, അച്ഛനിങ്ങനെ ഒരുപാട് തവണ 3 തവണ അറ്റാക്ക് വന്നതാണ്, അപ്പോൾ ഇത് ഇങ്ങനെ ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ അച്ഛനത് എങ്ങനെ എടുക്കും എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, 2-3 തവണ അറ്റാക്ക് വന്നാന്ന് നീ എന്നോട് ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, അന്നൊന്നും അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അച്ഛൻ ഇപ്പോൾ കറക്റ്റ് ചെക്കപ്പ് ഒന്നും നടത്തുന്നില്ല, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അച്ഛനെ കാണിക്കാം എന്നൊക്കെ നൈനിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ്. അപ്പോൾ അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നീട് അത് മാത്രമല്ല ആദർശ് പറയുന്നുണ്ടായിരുന്നു, DNA ടെസ്റ്റ് എൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ, അത് വന്നു കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് എനിക്കൊരു മറുപടി കൊടുക്കാൻ എന്നൊക്കെ പറയൂ കേട്ടോ. എന്തായാലും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണമല്ലോ എന്നും കൂടെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പം നൈന പറയും, ഇനിയിപ്പോൾ റിസൾട്ട് എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചന്തുമോളെ ഇനി വിട്ട് കളയാനൊന്നും പറ്റില്ല എന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ ആദർശിനാണെങ്കിലും ചന്തുമോളോടുള്ള ദേഷ്യമൊക്കെ മാറി വരുന്നുണ്ട് എന്ന് ആദർശ് പറയുമ്പോൾ എനിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, അബിയാണ് ഈ ഒരു തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അനഘയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ്, അത്രയും നിസ്സഹായ അവസ്ഥയിലാണ് അനഘ എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അന്ന് ചന്തുമോളുടെ വീട്ടിൽ പോയ സമയത്ത് ആ മരണ വീട്ടിൽ നടന്ന അബി ഇങ്ങനെ നടത്തിയ കാര്യങ്ങളൊക്കെ എൻ്റെയും മുത്തശ്ശൻ്റെയും മനസ്സിലൊക്കെ ഉണ്ട് എന്ന് പറയും. അബിയാണ് ഈ വലിയൊരു തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ മുത്തശ്ശനെ ഏറ്റെടുത്ത അബി ഇങ്ങനെ അനന്തപുരി തറവാടിൻ്റെ ഒരു ശാപം തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ മുൻപും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ്. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും DNA റിസൾട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് അവനുള്ള തിരിച്ചടിയൊക്കെ കൊടുക്കാം എന്നിങ്ങനെ പറയും. പിന്നീട് കാണിക്കുന്നത് അനീനെയാണ്. നന്ദു ഇങ്ങനെ കോൾ വിളിച്ചപ്പോൾ അനാമികയാണല്ലോ എടുത്തത്, അതിങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലായിരിക്കും നന്ദു. എന്തായാലും നമുക്ക് ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിഘ്നേഷ് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദു കോൾ എടുക്കുന്നുണ്ട്, വിഘ്നേഷാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ തന്നെയാണ് കേട്ടോ ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നന്ദു പറയും, ഭയങ്കര കഷ്ടപ്പാടാണ്, ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എനിക്കേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ, നിനക്കതൊക്കെ നിസ്സാരമായിരിക്കും എന്നാണല്ലോ വിചാരിച്ചതെന്ന് പറയുമ്പോൾ, ഞാനും അങ്ങനെ തന്നെയാണ് വിളിച്ചത്, പക്ഷേ ട്രെയിനർ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് അനി ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
ഞാനാണ് അനി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നീ വിളിച്ച സമയത്ത് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, അനാമികയല്ലേ എടുത്തത്, അവൾ എന്തെങ്കിലുമൊക്കെ നിന്നോട് പറഞ്ഞു കാണുമല്ലേ എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുമ്പോൾ നന്ദു പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു കുടുംബകലഹം ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല എന്നുള്ളത്, പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്നെ വിളിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്, അവൾ കോള് കട്ട് ചെയ്തു, അവളെ വിളിച്ചിട്ട് അനാമിക എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യമായിരിക്കും എന്ന് പറയാണ്. എന്തായാലും നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്ത് വന്നാലും നന്ദുവിനെ വിട്ട് കളയരുത്, അനാമികയും നീയും തമ്മിലൊരു ബന്ധമില്ല, എങ്ങനെയെങ്കിലും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നന്ദുവിനെ നീ വിവാഹം കഴിക്കണം, അവൾക്കാണെങ്കിലും അവളെങ്ങനെ പഠിക്കുന്ന കാലം തൊട്ടേ ഞങ്ങൾക്ക് അറിയാം, അവളൊരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പെട്ടെന്നൊന്നും മറക്കില്ല, മറ്റാരേക്കാളും നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് അവൾ തന്നെ ആയിരിക്കും, അതുകൊണ്ട് അവളെ വിട്ട് കളയരുത് എന്നൊക്കെ അനിയനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും പറയാണ്, അവളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നുമ്പോൾ അവളെ വിളിച്ചാൽ അവൾ കോളും എടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും, ഇനിയിപ്പോൾ അവളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ അനിയും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആൾമാറാട്ടം നടത്തി അവിടെ എങ്ങനെയെങ്കിലും കയറിക്കൂടും എന്ന് പറയാണ്. പിന്നീട് ദേവയാനി ആണെങ്കിലും ജയനോട് പറയുന്നുണ്ടായിരുന്നു, ഏത് സമയം അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലാതാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ദേവയാനി ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അജയനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ അവൻ്റെ കൂടെ നിൽക്കില്ല, അവനെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ്. അങ്ങനെ ആദർശിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെ, നമുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്നിങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ദേവയാനി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അജയനൊക്കെ അതങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവയാനി അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മറ്റൊരു വിവാഹം കഴിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ കല്യാണം കഴിച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്നതല്ലേ എന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നീട് അച്ഛനാണെങ്കിലും അവൻ ഒരു തെറ്റ് ചെയ്തിട്ട് അവൻ്റെ കൂടെ നിൽക്കില്ല എന്ന് പറയുമ്പോൾ അതിനും കാരണമുണ്ട്. അച്ഛനിപ്പോൾ വലിയൊരു രോഗമുണ്ടല്ലോ, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ, പണ്ട് 10 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഇവിടേക്ക് കയറി വരാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും തോന്നുന്ന സമയത്ത് വരാൻ പോവാം, അങ്ങനെയല്ലേ, അച്ഛനൊന്നും പറയാറില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ജയൻ പറയാണ്, ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടാണ്, കഷ്ടം, പാവാണ് ആ മോള് എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ദേവയാനി ഈ കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് ദേഷ്യമൊന്നും കാണിക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ കുഞ്ഞിനോട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലായിരുന്നല്ലോ, പക്ഷേ ഇതൊക്കെ അറിഞ്ഞ ശേഷം എനിക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ചന്തുമോള് ഇതെല്ലാം അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നേ. ചന്തുമോൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ചന്തുമോളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.